പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തിരുക്കുടുംബത്തിന്റെ സജീവ സാന്നിധ്യത്തില് പരിശുദ്ധ അമ്മയോടും യോസേപ്പ് പിതാവിനോടും ഉണ്ണീശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ വലിയൊരു കൂട്ടായ്മയില് മാതാപിതാക്കളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വലിയ കൂട്ടായ്മയെ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ കാർമൽ മീഡിയയിലൂടെ ഒരുമിപ്പിച്ചുകൊണ്ട് മക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, സ്വർഗം തുറന്ന് ഞങ്ങളുടെ മക്കളുടെ മേൽ അങ്ങ് കൃപ ചൊരിയണമേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ട അന്നു വേണ്ട ആഹാരം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അമ്മ മാതാവിന്റെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് യാചിച്ചുകൊണ്ട് പിതാവിന്റെയും ഉണ്ണീശോയുടെയും നിറ സാന്നിധ്യം നമ്മുടെ കുടുംബത്തില് നിറഞ്ഞു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിന്റെ കൃപ നിറയപ്പെടാൻ കൃപ നിറഞ്ഞ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് യാചിക്കാം. ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ കൂട്ടായ്മയില് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ തപസ്സ് ധ്യാനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു ഒരുങ്ങുക. ദിവസങ്ങളൊക്കെ അച്ഛനും ഒത്തിരിയേറെ ഇടവക ധ്യാനങ്ങളും കൺവെൻഷനുകളുമാണ്. അതോടൊപ്പം നമ്മുടെ താമസ ധ്യാനം. അതിനിടയിൽ ഞാൻ ഓർക്കുക, 14-ാം തീയതി വൈകുന്നേരം മുതൽ 15-ാം തീയതി വൈകിട്ട് വരെ, 14-ാം തീയതി ശനിയാഴ്ചയാണ്, 15-ാം തീയതി വൈകുന്നേരം വരെ നമ്മള് രാത്രിയും, 14-ാം തീയതി രാത്രി, 15-ാം തീയതി പകല് നമ്മള് തപസ്സിന്റെ ഒരു ധ്യാനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പിന്നീട് പറഞ്ഞോളാം. നിങ്ങൾ അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി നമ്മള് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ഇടപെടൽ നമ്മൾ വാങ്ങിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും, നമ്മളെല്ലാവരെയും അതിനായിട്ട് അഭിഷേകം ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നിരാശപ്പെടരുത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമ്മള് ദൈവത്തോട്, ഇതൊക്കെ നമ്മൾ ദൈവത്തോട് ചേർത്ത് നിർത്തും. മോണിക്ക പണിയോതിയെ പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തെ വിളിച്ചിടപെടുത്തിക്കാനും തന്റെ കണ്ണുനീരും വേദനയും നൊമ്പരങ്ങളും ഒന്നും മാറിയില്ലെങ്കിലും ദൈവത്തെ അതുപോലെ മുറുകെ പിടിക്കാനൊക്കെ നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ജീവിതങ്ങൾക്കും ഇടയാകട്ടെ. ഒത്തിരി മക്കള് നിരാശിതരാണ്. ഇവിടെ മക്കളെ, ചിലപ്പോഴൊക്കെ നിരാശയും സങ്കടവും നമുക്കും വരും. കാരണം നമ്മള് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടും നടക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങൾ കിട്ടിയ മക്കള് വിട്ടിട്ട് പോകരുത്. നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നിങ്ങളെ പോലുള്ള അനേക മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോലെ, നിങ്ങളുടെ മക്കളെ പോലെ, നമ്മുടെ മക്കളെ പോലെ വേദനിക്കുന്ന, വഴുതിറ്റിപ്പോയ, ഒത്തിരി പ്രതിസന്ധി നേരിടുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചനം പുറപ്പാടിന്റെ പുസ്തകത്തില് 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനമാണ്. കർത്താവ് പറയാണ്, മോശയോട് പറയാ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ചരിത്രം നമുക്കറിയാം. ചെങ്കടൽ, ഇസ്രായേൽ ജനം, ഈജിപ്തുകാര് സൈന്യം പിന്നാലെ വരുവോ? ആ സമയത്ത് ഇതാ ഈ ജനം മുഴുവനും മോശയ്ക്കെതിരെ, കർത്താവിനെതിരെ പിറുപിറുത്തുകൊണ്ട്, ഈജിപ്തിന്റെ അടിമത്തം മതിയായിരുന്നു, ഇവിടെ കിടന്ന് കൊല്ലപ്പെടാൻ പോവാ, അങ്ങനെ എണ്ണിപ്പറക്കി നിലവിളിക്കുക. ആ സമയത്ത് മോശ പോലും നിലവിളിച്ച് കരയുന്നുണ്ട്. ദൈവം പറയാ, നിങ്ങള് മോശെ, നീ എന്തിനാ നിലവിളിച്ച് കരയുന്നേ? മുന്നോട്ട് പോ, മുന്നോട്ട് പോ. അവിടെയാണ് കർത്താവ് പറയുന്നത്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും. നിങ്ങൾ അങ്ങനെ ഇരിക്കണം, ശാന്തരായിരിക്കണം.
എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു ആഴമായ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, മോശയെ സംബന്ധിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി മഹാമാരി, ഒത്തിരി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, അവിടെയൊക്കെ ദൈവം കൂടെ നിന്ന് നയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം നമ്മെ സൃഷ്ടിച്ചു, ദൈവം മക്കളെ തന്നു, ദൈവം കൂടെ നിൽക്കുന്നു. അങ്ങനെ ദൈവം നയിക്കുന്ന ചരിത്രമുണ്ട് നമുക്കൊക്കെ. എന്നാൽ ചില പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. അത് വരുമ്പോൾ നമ്മൾ ഈ ദൈവത്തെ മുറുകെ പിടിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. പിന്നെ ഇതൊക്കെ വരാനുള്ള ചില കാരണങ്ങളുണ്ട്. ഈ ദിവസങ്ങളൊക്കെ അതുമൊക്കെ നമ്മൾ ചിന്തിക്കും, ധ്യാനിക്കും. എന്തുകൊണ്ട് ഇതൊക്കെ വന്നു? ഇതുമാകട്ടെ, കർത്താവ് നമ്മുടെ കൂടെ നിന്ന് ഒരിക്കലും മാറത്തില്ല. എപ്പോ നമ്മൾ കർത്താവിനോട് ചേർന്ന് എന്ത് പ്രശ്നം വന്നാലും ദൈവത്തെ സംശയിക്കില്ല. ഇവിടെ ജനം ദൈവത്തെ സംശയിക്കുക, കരബലം പ്രകടമാക്കി മഹാമാരികളിലൂടെ ദൈവമായ കർത്താവ് തന്റെ ശക്തി പ്രകടമാക്കി ഈ ജനത്തെ നയിച്ചിട്ട് ഒരു പ്രശ്നം വന്നപ്പോ ആ ജനം പതറുക, പരാതിപ്പെടുക, ദൈവത്തിനെതിരെ പറയുക. എന്തിനാ കൊണ്ടുവന്ന്? ദൈവം മോചിപ്പിച്ച ആ മോചനത്തെ പോലും വേണ്ടായിരുന്നു, അടിമത്തമായിരുന്നു മതി എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്ന ജനം. അത് ദൈവത്തിന്റെ ഭയങ്കര സങ്കടം. അപ്പോഴും കർത്താവ് പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ മക്കളെ, ഈ ഒരു അഭിഷേകം നമുക്കും കിട്ടണം, മക്കൾക്കും കിട്ടണം. ഈ മക്കളും നമ്മളുമൊക്കെ ദൈവത്തെ അതുപോലെ കൂടെ നിർത്തി ദൈവത്തിൽ വിശ്വസിച്ച് ഈ ഒരു വചനം, കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇനി യുദ്ധം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ കർത്താവിനെ അതുപോലെ നമ്മൾ കൂടെ നിർത്തിയിരിക്കണം. അതാണ് അതിന്റെ അടിസ്ഥാനം. കർത്താവിനെ കൂടെ നിർത്തിയ, കർത്താവ് കൂടെയുള്ള ഒരു ജീവിതം ജീവിക്കണം. അത് നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ മോശയെ നമുക്കറിയാം, ദൈവത്തോട് സംസാരിച്ച്, ദൈവത്തോട് ആലോചന ചോദിച്ച്, എല്ലാം ദൈവത്തോട് പറഞ്ഞ്, ദൈവം പറഞ്ഞ കേട്ട് അതുപോലെ പോയ മനുഷ്യനാണ്. അതും എന്നിട്ട് പോലും ഈ മോശ നിലവിളിച്ച് കരഞ്ഞു എന്ന് പറയാ. ഈ പശ്ചാത്തലത്തിൽ, ഈ ഒരവസ്ഥയിൽ അവിടെ ദൈവം പറയാ, എന്തിനാടാ മോശ നീ നിലവിളിച്ച് കരയുന്ന? മുന്നോട്ട് പോ, ഞാനല്ലേ പറഞ്ഞ പോവാൻ. നമ്മളങ്ങ് തളർന്നു കിടക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അഭിഷേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. എന്തു വന്നാലും കർത്താവ് പറഞ്ഞിട്ടില്ലേ, ഇതൊരു പ്രോമിസാ, ഇത് വാഗ്ദാനമാണ്. ചോദിച്ചു പറയണം, വാങ്ങണം. കർത്താവേ, നീയല്ല പറഞ്ഞേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാ മതിയെന്ന്. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. യുദ്ധം ചെയ്യ്, എനിക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, ഈ അവസ്ഥയ്ക്ക് വേണ്ടി, ഈ പ്രതിസന്ധിക്ക് വേണ്ടി. ശത്രു പിന്നിലുണ്ട്, മുന്നിൽ ചെങ്കടലാണ്. അങ്ങനെ മുന്നോട്ട് പോ, ഞാനാ പറയുന്ന പോ. അങ്ങനെ എഴുന്നേറ്റ് ജനത്തെയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ പോക്കിന്റെ അനുസരിച്ച് ചെങ്കടൽ രണ്ടായി പിളർന്ന് ആ ജനത്തെ കർത്താവ് അതിശക്തമായിട്ട് മറുകരയിലേക്ക് വരണ്ട ഭൂമിയിൽ എന്ന പോലെ നടത്തിയത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കൾ നിരാശിതരാണ്, പരാജയപ്പെട്ട് ചെങ്കടലിന് മുമ്പിൽ തളർന്നിരിക്കുക. എന്താ പറയാ? എഴുന്നേൽക്ക്, നടക്ക്, ഞാൻ യുദ്ധം ചെയ്തോളാം. ബാക്കി കർത്താവ് ചെയ്ത പ്രവൃത്തികളൊക്കെ ആ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തില് നാം വായിക്കുന്നുണ്ട്. ഇന്ന് ആ വചനഭാഗമൊക്കെ വായിച്ച് ഒരു അഭിഷേകവും, ഈ ഒരു അധ്യായത്തിന്റെ വചനഭാഗത്തിന്റെ അഭിഷേകം നമ്മിലും നമ്മുടെ മക്കളിലും നിറയപ്പെടാൻ വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞ വാക്ക് മാറത്തില്ല. അവൻ പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും. നിങ്ങൾ ശാന്തരായിരിക്കുക. എല്ലാം കർത്താവിനെ പരമേൽപ്പിക്കുക. നമ്മൾ കർത്താവിന്റെ മക്കളാണ്, നമ്മുടെ മക്കളും കർത്താവിന്റെ മക്കളാണ്. ഒന്നുപോയി വീഴ്ചയ്ക്കും തകർച്ചയ്ക്കും ഉള്ള കാരണം ആ കർത്താവിനെ കൂടെ നിർത്തേണ്ട പോലെ കൂടെ നിർത്തി ജീവിക്കേണ്ട പോലെ ജീവിക്കാത്തത് കൊണ്ടാണ് ഈ പരാജയങ്ങൾ, തോൽവികൾ വന്നത്. എന്നാലും വിളിച്ചപേക്ഷിച്ചാൽ ആ ദൈവം വീണ്ടും കരുണ കാണിക്കും, ഇടപെടും, നമ്മയും നയിക്കും. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, നമ്മുടെ മക്കൾ ദൈവത്തിന്റെ മക്കളാണ്. ഈ ഒരു അടിസ്ഥാനം ഉറക്കപ്പെടട്ടെ. ഈ അഭിഷേകത്തിന്റെ നിറവിൽ കൂടെ വസിക്കുന്ന കർത്താവിന്റെ സന്നദ്ധിയില്, ദിവ്യകാല സന്നദ്ധിയില് നമുക്ക് ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ശാന്തതയും ഈ വിശ്വാസവും ഈ ഒരു ഉറപ്പും കർത്താവിൽ ഉറപ്പിക്കാനും ആ കർത്താവ് യുദ്ധം ചെയ്യുന്ന ഒരു അഭിഷേകം അനുഭവിക്കാനും നമുക്ക് നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, കൂടെ വസിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, ഒരിക്കലും ഭയപ്പെടേണ്ട, നശിച്ചു പോകാൻ ഇടയാകാത്ത വിധം, നിരാശപ്പെട്ട് തകർന്നു പോകാത്ത വിധം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വലിയ വാഗ്ദാനമാണല്ലോ. അപ്പൊ കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിട്ടിരുന്നാൽ മതി. കർത്താവേ, അങ്ങയുടെ സജീവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഇത്രമാത്രം വാഗ്ദാനങ്ങളാൽ നിറയപ്പെട്ട് എപ്പോഴും ഏതവസ്ഥയിലും ശാന്തമായിരിക്കാൻ അങ്ങയെ തന്നെയാണല്ലോ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്നത്. ഏത് ചെങ്കടലിന്റെ മുമ്പിലും, ഏത് ശത്രുവിന്റെ മുമ്പിലും, ഏത് പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും കർത്താവേ, ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എപ്പോഴും കൂടെ വസിക്കുന്ന അങ്ങയെ സ്വന്തമാക്കി, അങ്ങയെ ചേർത്ത് പിടിച്ച് അങ്ങ് യുദ്ധം ചെയ്യുന്ന ആ ജീവിതം കണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം, വിജയം കൈവരിക്കാനുള്ള ഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. കർത്താവേ, അങ്ങയുടെ അടിയോട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളെങ്കിലും ആശ്രയിക്കുന്നു. ചിലപ്പോഴെങ്കിലും കർത്താവേ, അങ്ങയെ ഉപേക്ഷിച്ച് അങ്ങയിൽ വിശ്വസിക്കാതെ മോശയെ പോലെ, ഇസ്രായേൽ ജനത്തെ പോലെ ഞങ്ങളും നിരാശപ്പെട്ട് നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. അങ്ങയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങ് ചെയ്തതൊന്നും കാണാതെ ഞങ്ങൾ അങ്ങേക്കെതിരെ പരാതിപ്പെട്ടിട്ടുണ്ട്. കർത്താവിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനത്തില് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ എല്ലാ പ്രതിസന്ധികളോടും എല്ലാ പ്രതികൂലങ്ങളോടും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ ആധിപത്യങ്ങളോടും ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലിന്റെ ശക്തമായ ആ പ്രതിസന്ധിയിലും ഞങ്ങളിതാ അങ്ങയിൽ ശരണപ്പെട്ട് അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയെ ഭരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യീശോയെ, ജീവിക്കുന്ന കർത്താവേ, സർവാധിപനെ, സർവശക്തനെ, വാക്കു പറഞ്ഞാൽ മാറാത്തവനെ, വിശ്വസ്തനെ, ഞങ്ങളെപ്പോഴും കൈവിടാത്ത സാന്നിധ്യമേ, ഞങ്ങളിതാ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ വലിയ ശക്തിയും കരബലവും ഞങ്ങളുടെ ജീവിതത്തില്, കുടുംബത്തില്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളില് പ്രകടമാക്കണമേ. യേശുവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില് അങ്ങയുടെ കരബലം പ്രകടമാക്കി ഞങ്ങളുടെ മക്കളെ, അതിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ജോലി മേഖല, പഠന മേഖല, സകലമാന മേഖലകളും വിജയം വരിക്കുവാൻ ഇടയാകട്ടെ. അതിനായി കർത്താവേ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് അവിടെയൊക്കെ അങ്ങയുടെ കരബലം മോശയിലൂടെ പ്രകടമാക്കി ചെങ്കടൽ പിളർന്ന് എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തി അങ്ങയുടെ മക്കളെ നയിച്ച കർത്താവെ, അങ്ങയുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാതാപിതാക്കളെ, ഇവരുടെ മക്കളെ, കുടുംബ പ്രശ്നങ്ങളെ, മക്കളുടെ പ്രശ്നങ്ങളെ, ഈ മക്കൾ നേരിടുന്ന പ്രതിസന്ധികള്, ചെങ്കടൽ പോലുള്ള പ്രതിബന്ധങ്ങള്, പിന്നിലുള്ള ശത്രുക്കള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ നിമിഷം ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി, വിജയത്തിന്റെ ശക്തി, വിമോചനത്തിന്റെ ശക്തി അങ്ങയുടെ മക്കളിലേക്ക്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളിലേക്ക് കർത്താവേ പ്രകടമാക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഞങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടട്ടെ, ചെങ്കടൽ രണ്ടായി പിളരട്ടെ. കർത്താവേ,
കരബലം പ്രകടമാക്കണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അങ്ങയുടെ മക്കൾ കാണട്ടെ, അനുഭവിക്കട്ടെ. അങ്ങനെ അങ്ങേറ്റ പറയട്ടെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൽ അതുപോലെ ശരണപ്പെട്ട്, കർത്താവിൽ അതുപോലെ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തിലും അന്ന് ഇടപെട്ട കർത്താവ് ഇന്നും ഇടപെടും എന്നുള്ള വലിയ വിശ്വാസത്തോടെ, ശരണത്തോടെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പറയാം, ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് ഫലമേൽപ്പിക്കുന്നു. അങ്ങ് പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യണമേ. യുദ്ധം അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ മക്കളും ഞങ്ങളും ജയിക്കട്ടെ. എല്ലാ ശത്രുക്കളും ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ പരാജയപ്പെടട്ടെ. എല്ലാ ചങ്കടലും ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ ശക്തമായ ഇടപെടലിന് വേണ്ടി എങ്കിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുദ്ധം ചെയ്യാൻ ഞങ്ങളുടെ കൂടെ അങ്ങ് വരണമേ, ഉണ്ടായിരിക്കണമേ. വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ മക്കളെല്ലാവരെയും സ്നേഹത്തോടെ സമർപ്പിക്കാം. നമ്മുടെ മക്കളെ പോലെ തന്നെ വേദനിക്കുന്ന ചില മേഖലയിൽ പെട്ടുകിടക്കുന്ന എല്ലാ മക്കളെയും, ഒരു 10,000 മക്കളെ മനസ്സിൽ കാണുക. നമ്മുടെ മക്കളെ പോലെ വേദനിക്കുന്ന, തകർച്ച നേരിടുന്ന, ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന 10,000 മക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരെ കൂടി കർത്താവിന്റെ കരുണയ്ക്കായി ദിവ്യാനുസാരം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അങ്ങയുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സാന്നിധ്യം നൽകി യുദ്ധമേറ്റെടുത്ത് ഞങ്ങളെ ജയിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ ആശീർവാദത്തിന്റെ സമയം അങ്ങയുടെ മക്കളിലേക്ക്, ഇവിടെ കുടുംബങ്ങളിലേക്ക്, ജീവിത മേഖലകളിലേക്ക് അങ്ങയുടെ കരബലത്തിന് ശക്തി പ്രകടമാക്കുകയും അങ്ങയുടെ മക്കൾ ജയം പ്രാപിക്കുകയും ചെയ്യട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.